Hi students, current electricity chapter നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ എല്ലാ തിയറി പോയിൻറ്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഈ ഒബ്ജക്റ്റീവ് ചെയ്യുന്നതിന് മുമ്പ് ആ വീഡിയോസ് എല്ലാം റിപ്പീറ്റ് ചെയ്ത് കാണാൻ ശ്രമിക്കാം. നമ്മൾ ചാപ്റ്ററിൻ്റെ അപ്ലിക്കേഷൻ ഐഡിയാസ്, എൻട്രൻസ് പോയിൻറ്റ്സ് എല്ലാം നമ്മൾ ക്ലാസ്സിൻ്റെ കൂടെയും ഈ ഒബ്ജക്റ്റീവ് ഡിസ്കഷൻ നടത്തുമ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളെ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് നമ്മുടെ ക്ലാസ്സിനെ ബേസ് ചെയ്തുള്ള അതുപോലുള്ള സെയിം ആൻഡ് സിമിലർ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് നാഷണൽ ലെവലിലെ എൻട്രൻസ് എക്സാമുകൾക്ക് ഫേസ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് ക്ലാസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത്, നോട്ട്സ് ഫോളോ ചെയ്ത്, നമ്മൾ ചെയ്യുന്ന ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചെയ്ത് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫുൾ സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ക്ലാസ്സുകളുടെ പ്രത്യേകത. ഓക്കെ, സോ നമ്മൾ കറണ്ട് എലക്ട്രിസിറ്റി ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഓരോ പുതിയ ഐഡിയാസ് തരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഡിസ്കഷനിലേക്ക് വരാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1 വളരെ ബേസിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തുടങ്ങാം. Question number 1, the electric field and the electric current density or simply current density have the relation. Electric field and current density have the relation. See, as you know, നമ്മൾ ഡിറൈവ് ചെയ്തിരുന്ന ഒരു റിലേഷൻ ആയിരുന്നു J is equal to sigma into E. ഇലക്ട്രിക് ഫീൽഡും കറണ്ട് ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷനാണ്. കറണ്ട് ഡെൻസിറ്റി മീൻസ് കറണ്ട് ഫ്ലോയിങ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ I/A. J is equal to sigma into E or J is equal to E by rho. നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷനാണ്. ആ ഇക്വേഷൻ ഡയറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ J and E എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം E is directly proportional to J എന്നല്ലേ അതിൻ്റെ അർത്ഥം. That means J is proportional to E or E is proportional to J. So the correct option is option B. So we'll move to the second question. Question number 2. When the current is flowing through a conductor, the drift velocity is V. When a current I is flowing through a conductor, the drift velocity is V. If the 2I current is flowed through the same metal but having double the area of cross section, then the drift velocity will be. That is a second question. Okay, options നിങ്ങൾക്ക് കാണാം. ഇതിനെ എങ്ങനെ ആൻസർ ചെയ്യാം എന്ന് നോക്കൂ. We have a relationship between current and drift velocity. I is equal to NAVDE. N is the number density, A is the area of cross section, VD is the drift velocity, is the electronic charge. Then I by A, J is equal to NVDE. അറിയാമല്ലോ, NVDE. Then I by A is J. Therefore J is equal to NVD into E. That means J is directly proportional to VD. Drift velocity, current density directly proportional ആണ്. ഫസ്റ്റ് കേസിലെടുക്കാം J1 is equal to I by A. സെക്കൻഡ് കേസിലെടുക്കാം J2 is equal to 2I by 2A. That is I by A. Therefore J1 is equal to J2. That is question number 2. There is no change in current density in both cases. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻസർ എന്ത് തന്നെ ആയിരിക്കും? വി തന്നെ ആയിരിക്കും. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി ബിക്കോസ് J is proportional to VD and J is same in both cases. So drift velocity is the same. We'll move to the third question. A wire of certain material is stretched slowly by 10%. Its new resistance and specific resistance becomes respectively. നമ്മൾ ഇതിൻ്റെ തിയറി ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. When a wire is stretched to a particular length and now it is given as 10%, what will be the change in resistance and resistivity? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് കാണാമല്ലോ. ഓക്കെ, ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് R is equal to rho L by A എന്നാണ്. നമുക്ക് ഏരിയ ക്രോസ് സെക്ഷൻ ഇവിടെ ആവശ്യമില്ല. അപ്പോൾ ഏരിയ ക്രോസ് സെക്ഷൻ എന്നുള്ളതിന് വീണ്ടും നമ്മൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്നുള്ളതിന് നമുക്ക് മാറ്റാം. വോള്യൂം കോൺസ്റ്റൻ്റ് ആണെന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് അതിനെ L by L കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. റോ L by Aനെ L by L കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ റോ L സ്ക്വയർ ബൈ A ഇൻറ്റു L എന്ന് വരും. ഹിയർ A ഇൻറ്റു L ഈസ് വോള്യൂം. ഡിനോമിനേറ്ററിൽ A ഇൻറ്റു L എന്ന് പറയുന്നത് വോള്യമാണ്. വോള്യൂം ഈസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇത് നമ്മൾ തിയറി ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞ കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? R is proportional to L square.
R is proportional to L square. So ഇവിടെ രണ്ട് കേസുകളാണ് അല്ലേ, 10% ഇൻക്രീസ് ചെയ്യുന്നു, അതിന് മുമ്പുള്ള കേസും ഉണ്ട് അല്ലേ. സോ ആർ ഇസ് പ്രൊപ്പോർഷണൽ, സോ R1/R2 is equal to L1/L2 all square. L1 is equal to 100 എന്നെടുത്താൽ then L2 is equal to 10% increase ചെയ്തു, so 110. So one is 100, the other one is 110. Then R1/R2 is equal to L1/L2, 100/110 all square. Therefore R2 is equal to 1.21 R1. Okay. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് റെസിസ്റ്റൻസ് ഇസ് ഇൻക്രീസ്ഡ് ബൈ എത്രയാ 1.21 ടൈംസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ്. അറ്റ് ദ സെയിം ടൈം resistivity did not change. Resistivity is independent of its dimension, so resistivity will not change and resistance will change by this much, 1.21 times. So that is question number 3. Then question number 4. A wire of resistance 12 ohm per meter is bent in the form of a circle of radius 10 centimeter. The resistance between its two diametrically opposite points A and B are shown in the figure. A, B പോയിന്റിൻ്റെ ഇടയിലുള്ള റെസിസ്റ്റൻസ് എന്തായിരിക്കും? The total resistance was 12 ohm അല്ലേ, 12 ohm ആയിരുന്നു ആ വയറിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ്. അതിന് എ ബി പോയിന്റിൻ്റെ ഇടയിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് എ ആൻഡ് ബി എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ, ഷോൺ ഇൻ ദ ഫിഗർ. ഓക്കെ, ഫിഗർ നോക്കൂ, കംപ്ലീറ്റ് സർക്കിളായിട്ട് അതിനെ ബെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇനി നോക്കൂ, ലെങ്ത് ഓഫ് ദ വയർ ഇസ് 2πr. ടോട്ടൽ റെസിസ്റ്റൻസ് നമുക്ക് തന്നിട്ടില്ല, പകരം തന്നിരിക്കുന്നത് 12 ohm per meter ആണ് തന്നിരിക്കുന്നത് അല്ലേ. 12 ohm per meter ആണ് അതിൻ്റെ റെസിസ്റ്റൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ റേഡിയസുമാണ്, ടോട്ടൽ ലെങ്ത്തും തന്നിട്ടില്ല, പകരം റേഡിയസ് ആണ് തന്നിരിക്കുന്നത്. റേഡിയസ് ഇസ് 10 centimeter. സോ ലെങ്ത് ഓഫ് ദ വയർ ഇസ് നമുക്കറിയാം അത് 2πr ആണല്ലോ. സോ 2π into R, 0.1. So the total length of the wire is 0.2 pi meter. Okay, then resistance of the complete wire is 12 ohm per meter ആണല്ലോ, അതുകൊണ്ട് total resistance is 12 into 0.2 pi. That means 2.4 pi ohm. So resistance of each semicircle അതിൻ്റെ ഹാഫ് ആയിരിക്കില്ലേ, 1.2 pi ohm. Hence the equivalent resistance. As you know, എ ബിയുടെ ഇടയിൽ ഈ മുകളിലുള്ള സെമി സർക്കിളും താഴെയുള്ള സെമി സർക്കിളിന് രണ്ട് റെസിസ്റ്റൻസ് ആയിട്ട് കണ്ടാൽ ദേ ആർ കണക്റ്റഡ് ഇൻ പാരലൽ. സോ ദാറ്റ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇസ് R1 into R2 by R1 plus R2 parallel combination, or 1/Rp is equal to 1/R1 plus 1/R2. Therefore, as you know, for two identical resistors connected in parallel, effective resistance അല്ലേ എന്തായിരിക്കും, Rp is equal to R/N. Here N is 2, രണ്ട് റെസിസ്റ്റേഴ്സ് ഉള്ള പോലെയാണ്. Therefore 1 R between A and B, RAB is equal to 1.2 pi divided by 2, therefore 0.6 pi ohm is the correct answer. So option A is correct. Question number 5. The effective resistance between the points A and B in the figure is, നമുക്ക് ഒരു ഫിഗർ നോക്കൂ, ഇതിലുള്ള എ ബി പോയിന്റിലുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സർക്യൂട്ടിനെ നമുക്ക് എങ്ങനെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഓർക്കേണ്ട കാര്യം ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ചോദിച്ചിരിക്കുന്നത്. എ ബി എന്നുള്ള പോയിന്റിൻ്റെ ഇടയിലാണ്, അതുകൊണ്ട് തന്നെ 3 ohm ആൻഡ് 3 ohm, മുകളിലുള്ള 3 ohm സീരീസ് ആണ്. ഓക്കെ, ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് 3 ohm ആർ ഇൻ സീരീസ്, കാരണം അതിൻ്റെ ഇടയിൽ ജംഗ്ഷൻസ് ഇല്ല, ഡി എന്നുള്ള ജംഗ്ഷൻ അല്ലല്ലോ. ആ 3 ohm സീരീസ് ആയതുകൊണ്ട് ടോട്ടൽ റെസിസ്റ്റൻസ് 6 ohm എന്ന് വരും. ഓക്കെ, ആ 6 ohm റെസിസ്റ്റർ എയുടെയും സിയുടെയും ഇടയിലാണല്ലോ, കാരണം എ ഡി സി എന്നുള്ളതിൻ്റെ ഇടയിലാണ് 6 ohm കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എ സിയുടെ ഇടയിൽ 6 ohm, ഈ 6 ohമും താഴെയുള്ള 6 ohm എ സിയുടെ ഇടയിൽ ആൾറെഡി ഉള്ള 6 ohമും പാരലലാണ്, ബിക്കോസ് ദേ ആർ കണക്റ്റഡ് ബിറ്റ്വീൻ സെയിം പോയിന്റ്സ്. സോ 6 ആർ പാരലൽ, 6 into 6 by 6 plus 6 or 6 by 2. Identical resistors in parallel, 6 by 2, again 3 ohm അല്ലേ. ആ 3 ohm എന്ന് പറയുന്നത് എയുടെയും സിയുടെയും ഇടയിലാണല്ലോ, ആ സിയിൽ നിന്ന് ബിയിലേക്ക് വരുന്നതാണ് 3 ohm ഉള്ളത്. സോ അഗെയിൻ 3 and 3 are in series, so again 6 ohm. Now that 6 ohm is parallel with the 3 ohm connected between A and B. So 3 into 6 by 6 plus 3, 18 by 9. So the final resistance is 2 ohm. So the correct answer is option B.
നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷൻ ഈ ഫിഗറിൽ നിന്ന് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഏതൊക്കെയാണ് സീരീസ്, ഏതൊക്കെയാണ് പാരലൽ എന്ന് നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കിയിട്ട് മനസ്സിലാക്കിയാൽ അറിയാൻ പറ്റും. ഒരു കാര്യം ഓർക്കുക, സീരീസ് എന്ന് പറഞ്ഞാൽ അർത്ഥം വൺ റെസിസ്റ്റർ ടു ദ നെക്സ്റ്റ് വിത്തൗട്ട് എനി ജംഗ്ഷൻ. അതാണ് സീരീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാരലൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് രണ്ട് പോയിൻ്റ് എടുത്താൽ, എ സി എന്നുള്ള പോയിൻ്റ് എടുത്താൽ ആ പോയിൻറ്റിൻ്റെ ഇടയിൽ തന്നെയാണ് വേറൊരു റെസിസ്റ്ററിനെയും കണക്ട് ചെയ്തെങ്കിൽ, രണ്ട് ടെർമിനലും അല്ലെങ്കിൽ അതിനാണ് നമ്മൾ പാരലൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 5 മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6. Kirchhoff's first law, that is algebraic sum of current meeting at any junction, sigma I is equal to 0 at a junction is based on the law of conservation of, നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, ഇറ്റ്സ് എ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 7. Kirchhoff's second law is based on the law of conservation of energy. It's another statement of law of conservation of energy. Question number 8. The figure shows the current in a part of electric circuit. The current I is ഈ നെറ്റ്വർക്കിൽ 2 ആംപിയർ കറണ്ട് is entering, അത് 4 ആവും. പിന്നെ ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ കറണ്ട് മാർക്ക് 1 ആംപിയർ, ദെൻ സ്പ്ലിറ്റ് ചെയ്ത് ബ്രാഞ്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൽ ബാക്കി വരുന്ന കറണ്ട് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ല, കറണ്ട് ഐ എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കൂ, നമ്മൾ Kirchhoff's ഫസ്റ്റ് റൂളാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അക്കോർഡിംഗ് ടു Kirchhoff's ഫസ്റ്റ് റൂൾ, ആ ജംഗ്ഷൻ എ ഒരു പോയിൻ്റ് എടുത്താൽ, ഫസ്റ്റ് പോയിന്റിലെ ജംഗ്ഷൻ എടുത്താൽ 2 ആംപിയർ ടോട്ടൽ എത്ര വരും? 4 ആംപിയർ. ഫസ്റ്റ് ജംഗ്ഷൻ നമുക്ക് എ എന്ന് പോയിന്റ് കൊടുക്കാം, അങ്ങനെയാണെങ്കിൽ 4 ആംപിയർ. ഓക്കെ, ബിയിലെത്തുമ്പോൾ, അടുത്ത ജംഗ്ഷനിലേക്ക് എത്തുമ്പോൾ അതിൽ 1 ആംപിയർ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇനി ബാക്കി എത്ര ഉണ്ടാവുക? 3 ആംപിയർ ആണ് താഴോട്ടുണ്ടാവുക. ആ 3 ആംപിയറിൽ 1.3 ആംപിയർ മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നുണ്ട് അല്ലേ. അതിന് 1.3 മറ്റൊരു ഭാഗത്തേക്ക്, ബാക്കിയല്ലേ ഐ ആയിട്ടുണ്ടാവുക. സോ 3 minus 1.3, so the final answer is 1.7 ampere. So option A is correct. Okay, well, we'll move to the next question. Question number 9. A potentiometer wire 10 meter long has a resistance of 40 ohm. 10 meter length and a total resistance of 40 ohm. It is connected in series with a resistant box and a 2-volt storage cell. If the potential gradient along the wire is resistance per unit, potential drop per unit length V by L ആണ് 0.1 millivolt per centimeter. The resistance unplugged in the box is. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ബോക്സിലുള്ള ബോക്സിലുള്ള റെസിസ്റ്റൻസ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, റെസിസ്റ്റൻസ് വയർ, ആ 10 മീറ്റർ ലെങ്ത്തിൽ റെസിസ്റ്റൻസ് വയറിൻ്റെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 40 ohm. നമുക്ക് ആദ്യം അറിയേണ്ടത് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് ഓഫ് ദ വയർ ഇസ് potential difference along the wire, total potential difference along the wire divided by total length of the wire. അതിൽ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് തന്നിട്ടുണ്ട്, എത്രയാണ്? 0.1 into 10⁻³ മില്ലി എന്നുള്ളതിനാണ് 10⁻³ ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് I into R. I അറിയില്ല, ബട്ട് R is 40. So I into R, I into 40 divided by 1000 volt per centimeter, because 10 meter length, so the total length is 1000 centimeter. Okay, then the current in the wire is, adu solve ചെയ്താൽ നമുക്ക് പറയാം, current in the wire is 1/400 ampere. 1/400 ampere അല്ലേ കറണ്ട് കിട്ടിയിരിക്കുന്നു. സോ ഇനി നമുക്കതിൽ ബാക്കിയുള്ളത്, നമുക്ക് അതിൽ മനസ്സിലാക്കാനുള്ള കാര്യങ്ങളുള്ളത്, ബാറ്ററിയുടെ വോൾട്ടേജ് എത്രയാണ്? 2 volt ആണ്. സോ V by R ആണ് I അല്ലേ. സോ വോൾട്ടേജ് ഇസ് 2 by ടോട്ടൽ റെസിസ്റ്റൻസ്. പൊട്ടൻഷ്യോമീറ്ററിൻ്റെ വയറിൻ്റെ റെസിസ്റ്റൻസ് 40, അതിൽ കണക്ട് ചെയ്ത റെസിസ്റ്ററിൻ്റെ വാല്യൂ R. സോ 2/40 plus R is equal to 1/400. By solving, R is equal to 800 minus 40, that is 760 ohm. So the option B is correct. Second option is correct. Right? Then we will move to question number 10. 10th question. So you can go through the question. The resistance of the 4 arms P, Q, R and S in a Wheatstone bridge are 10 ohm, 30 ohm, 30 ohm and 90 ohm respectively. The EMF and the internal resistance of the cell are 7 volt and 5 ohm respectively. If the galvanometer resistance is 50 ohm, the current drawn from the cell will be. ഇതാണ്
നമ്മുടെ ക്വസ്റ്റ്യൻ. നോർമലി നമ്മൾ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന് നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് റെസിസ്റ്റൻസിൻ്റെ സിമ്പിൾസ് കൊടുത്തിരുന്നത് R1, R2, R3, R4 എന്നുള്ള സിമ്പിൾസ് ആയിരുന്നു. ഇവിടെ ക്വസ്റ്റ്യനിൽ അതിന് പകരം സിമ്പിൾസ് ഒന്ന് മാറ്റി R1, R2, R3, R4ന് പകരം P, Q, RS എന്നുള്ള സിമ്പിൾസ് ആണെന്നുള്ള വ്യത്യാസമുള്ളൂ. ബാക്കി ഒരു കാര്യം കൂടി വ്യത്യാസം വന്നിരിക്കുന്നത് സെല്ലിന് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൂടി ഉണ്ട്. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസിൽ എക്സ്റ്റേണൽ റെസിസ്റ്റൻസിൻ്റെ കൂടെ ഈ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൂടി വരും എന്നുള്ളൊരു വ്യത്യാസം മാത്രമാണ് ഉള്ളത്. ഇനി നമുക്കത് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഫിഗർ നോക്കൂ. നമുക്കൊരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് വരച്ച് നോക്കാം. 10 ohm, അതുപോലെ താഴെ 30 ohm, 30 ohm, 90 ohm വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് കണ്ടില്ലേ? അതിൽ 7 volt, പിന്നെ എക്സ്റ്റേണൽ റെസിസ്റ്റർ 5 ohm കണ്ടില്ലേ? അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നോക്കൂ, ഇത് ബാലൻസ്ഡ് ആണോ എന്ന് ആദ്യം അറിയണം. നോക്കൂ, 10/30 = 30/90 എന്നാണ് വരുന്നത് അല്ലേ? അപ്പോൾ 1/3, മറ്റടുത്ത റേഷ്യോ 1/3. സോ ഇറ്റ്സ് നൗ ദ ബ്രിഡ്ജ് ഇസ് ബാലൻസ്ഡ്. ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണ് അല്ലേ? രണ്ട് സൈഡിലെ റേഷ്യോ സെയിം ആണ്, അതുകൊണ്ട് ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണ് അല്ലേ? 10/30 = 30/90, രണ്ടിലും 1/3 എന്നല്ലേ വരുന്നത് റേഷ്യോ. സോ R1/R2 = R3/R4 എന്ന പോലെ ഇവിടെ P/Q = R/S. എനിവേ, സോ ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജസ്. അപ്പോൾ ഗാൽവനോമീറ്റർ വർക്ക് ചെയ്യില്ല എന്നർത്ഥം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കറണ്ട് പോകുന്നില്ല, അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യേണ്ട. കറണ്ട് പോകുന്ന റെസിസ്റ്റൻസ് മാത്രം നോക്കിയാൽ മതി. സോ 10ഉം 30ഉം സീരീസ് ആണ്, സോ 40. താഴെയുള്ള 30ഉം 90ഉം സീരീസ് ആണ്, സോ 120. ആൻഡ് ദീസ് ടു ആർ പാരലൽ ബിക്കോസ് മുകളിലുള്ള ആ ടോട്ടൽ റെസിസ്റ്റൻസും താഴെയുള്ള ടോട്ടൽ റെസിസ്റ്റൻസും പാരലലാണ്. ദേ ആർ കണക്റ്റഡ് ബിറ്റ്വീൻ കോമൺ പോയിൻറ്റ്സ്. സോ നമുക്ക് എന്ത് വരും? 40 × 120 / 40 + 120. ദാറ്റ് മീൻസ് ദ ഫൈനൽ ആൻസർ ഈസ് എത്ര വരും? 30 ohm എന്ന് വരും അല്ലേ? സോ ദ കറണ്ട് ത്രൂ ദ സെൽ ഇസ് I = V by total resistance 7 volt divided by total resistance, അതായത് 5 + 30, that is 1/5 ampere, that is 0.2 ampere. So the right answer is 0.2 ampere. So we'll move to the next question. Which of the following is a vector quantity? Current density, current, wattless current, power. No doubt current density is a vector quantity and current is a scalar quantity. And the direction of current density is along the direction of electric field. Question number 12. By increasing the temperature, the specific resistance of a conductor and a semiconductor. See, as you know, for a conductor, for a metal, as temperature increases, resistance increases. For a semiconductor, as temperature increases, resistance decreases. So the right option is option C. For a metallic conductor, its resistance increases. For a semiconductor, its resistance decreases. Question number 13. The resistance of an incandescent lamp. നമ്മൾ നോർമൽ ഫിലമെൻറ്റ് ലാമ്പിനാണ് ഇൻകാൻസെൻറ്റ് ലാമ്പ് എന്ന് പറയുന്നത്. ഹീറ്റ് ചെയ്താൽ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിനോമിനക്കാണ് ഇൻകാൻസെൻസ് എന്നൊക്കെ അല്ലേ? അങ്ങനെ ലാമ്പിൻ്റെ റെസിസ്റ്റൻസ് ഓഫ് ഇൻകാൻസെൻറ്റ് ലാമ്പ് ഈസ് എന്നാണ് അതിൻ്റെ ഓപ്ഷൻസ് നോക്കൂ. എപ്പോഴായിരിക്കും കൂടുതൽ ഉണ്ടാവുകയെന്ന്? ഗ്രേറ്റർ വെൻ സ്വിച്ച്ഡ് ഓഫ്, smaller when switched on, greater when switched on, the same whether it is switched off or switched on. As you know, resistance is inversely resistance for a metallic wire is directly proportional to temperature. As temperature increases, its resistance is increasing. So ഇതിൽ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്, resistance and relaxation time are inversely proportional. Resistance and relaxation time are inversely proportional. When the lamp is switched on, the temperature of filament increases, hence relaxation time decreases, therefore its resistance increases. Okay, അപ്പോൾ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ടാവുക എന്ന് വെച്ചാൽ വെൻ ദ ലാമ്പ് ഇസ് സ്വിച്ച്ഡ് ഓൺ ചെയ്യുമ്പോഴാണ് ടെമ്പറേച്ചർ കൂടുക, റെസിസ്റ്റൻസ് കൂടുക അല്ലേ? ടെമ്പറേച്ചർ കൂടിയ അപ്പോൾ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഓൺ ചെയ്ത സ്റ്റേറ്റിലായിരിക്കും അതിന് റെസിസ്റ്റൻസ് കൂടുതൽ, ഓഫ് സ്റ്റേറ്റിൽ അതിൻ്റെ റെസിസ്റ്റൻസ് കുറവായിരിക്കും. കാരണം ആ ഫിലമെൻറ്റ് രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലൂടെ കറണ്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ അത് ഹീറ്റ് ചെയ്യുന്നുണ്ട്. ഹീറ്റ് ചെയ്ത് അതിൻ്റെ റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ സ്വിച്ച്ഡ് ഓഫ് സ്റ്റേറ്റിൽ അതിന് ഹീറ്റിംഗ് ഇല്ല, റെസിസ്റ്റൻസ് ഉണ്ടാവും, അതിലൂടെ കറണ്ട് പോകാം. ഓക്കെ, അതേസമയം ഓൺ ചെയ്ത് കഴിഞ്ഞാലോ അതിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ റെസിസ്റ്റൻസ് ഹൈ ആയിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് എപ്പോഴാണ് കാണിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്വിച്ച്ഡ് ഓൺ സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ടാവുക എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ സി ഇസ് കറക്റ്റ്, ഗ്രേറ്റർ വെൻ സ്വിച്ച്ഡ് ഓൺ. ഇതാണ് ഓപ്ഷൻ ഉള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 14. ഓക്കെ, ദ കളർ സീക്വൻസ് ഓഫ് എ കാർബൺ റെസിസ്റ്റർ ഇസ് റെഡ്, ബ്രൗൺ, orange and silver. The resistance of the resistor is.
കളർ കോഡ് വെച്ചിട്ട് എങ്ങനെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് കളർ കോഡ് ടേബിൾ ഓർമ്മയില്ലേ? BB Roy ഫ്രം ഗ്രേറ്റ് ബ്രിട്ടൻ ഹസ് വെരി ഗുഡ് വൈഫ്. ഓക്കെ, വിത്ത് ഗോൾഡ് ആൻഡ് സിൽവർ. ആ ഐഡിയ വെച്ചിട്ട് വേണം നമുക്ക് ഇതിൻ്റെ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. വി ഹാവ് റെഡ്, ബ്രൗൺ, ഓറഞ്ച് ആൻഡ് സിൽവർ. ഈ ഓർഡറിൽ നമുക്ക് കളർ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെസിസ്റ്റൻസ് റെഡ് ഇറ്റ്സ് നമ്പർ ഇസ് 2 ആൻഡ് ബ്രൗൺ ഇറ്റ്സ് നമ്പർ ഇസ് 1, സോ 21. പിന്നെ തേർഡ് കളർ എന്ന് പറയുന്നത് ഓറഞ്ച് ആണ് അല്ലേ? അതിൻ്റെ ഡെസിമൽ മൾട്ടിപ്ലൈ ആയിട്ടാണ് നമ്മൾ ഓറഞ്ച് എടുക്കുന്നത്. ആൻഡ് ഇറ്റ്സ് 10⁻², സോ 21 × 10⁻² ഓം പ്ലസ് ഓർ മൈനസ്. ദെൻ വി ഹാവ് സിൽവർ ദാറ്റ് ഇസ് 10%, അല്ലേ? അതിൻ്റെ ടോളറൻസ് ഇസ് 10%. സോ 21 × 10⁻² ohm plus or minus 10%, or it can be written as 2.1 × 10⁻³ ohm plus or minus 10%, or 2.1 kilo ohm plus or minus 10% എന്ന് എഴുതാം. 10⁻³ is SI prefix is kilo. Okay. We'll move to question number 15. The relaxation time in conductors. റിലാക്സേഷൻ ടൈം കണ്ടക്ടേഴ്സിൽ ടെമ്പറേച്ചറിനനുസരിച്ച് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നതാണ് ഓപ്ഷൻ ഉള്ളത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് നമ്പർ ഓഫ് കൊളിഷൻസ് ഇൻക്രീസസ്. ഫോർ എ സിംഗിൾ ഇലക്ട്രോൺ നമ്പർ ഓഫ് കൊളിഷൻസ് ഇൻക്രീസസ്. സോ അതിന് റിലാക്സേഷൻ ടൈം കുറയാണ് ചെയ്യാം. സോ ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 16. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ്? സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം വായിച്ചാലേ നമുക്കത് കറക്റ്റാണ് ഏതാണെന്ന് പറയാൻ പറ്റുള്ളൂ. നോക്കൂ, ലിക്വിഡ് ഒബേസ് ഫുള്ളി ഓംസ് ലോ, അത് കറക്റ്റല്ല. ലിക്വിഡ് ഒബേ പാർഷ്യലി ദ ഓംസ് ലോ, അതാണ് ഒന്നുള്ളത്. പിന്നെ അത് കറക്റ്റ് ആയിരിക്കാം, നോക്കാം. ദർ ഈസ് നോ റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഫോർ ലിക്വിഡ്സ്, നൺ ഓഫ് ദി എബോവ് ആണ്. ഓക്കെ, ദർ ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ വി ആൻഡ് ഐ ഇൻ ഓൾ കണ്ടക്ടേഴ്സ്, ബട്ട് അത് പ്രൊപ്പോർഷണൽ അല്ല, ലീനിയർലി പ്രൊപ്പോർഷണൽ അല്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, സ്ട്രൈറ്റ് ലൈൻ ഗ്രാഫ് കിട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ലിക്വിഡ് ഒബേ പാർഷ്യലി ദ ഓംസ് ലോ ആണ്. വിൽ നോട്ട് ബി എ സ്ട്രൈറ്റ് ലൈൻ കണ്ടിന്യൂസ്ലി എന്നാണ്. സോ ഓപ്ഷൻ ബി ഇസ് കറക്റ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 17. A cell whose EMF is 2 volt and internal resistance is 0.1 ohm, okay, is connected with a resistance of 3.9 ohm. The voltage across the terminal of the cell is, okay, terminal potential difference when the cell is already in working cell in the terminal potential difference ആണ് ചോദിച്ചിരിക്കുന്നത്. The voltage across the terminal will be given by voltage across the terminal is I into R എന്നാണ് potential difference, അല്ലേ? അതിൽ I എന്ന് പറഞ്ഞാൽ total EMF by total resistance, that is E by R plus small r into R. Okay, therefore 2 by 3.9 plus 0.1 into 3.9, that means 1.95 volt. So option C is correct. Question number 18. The reading of a high resistance voltmeter when cell is connected across it is 2.2 volt. When the terminals of the cell are also connected to a resistance of 5 ohm, then the voltmeter reading drops to 1.8 volts. Find the internal resistance of the cell. So initially 2.2 volt, പിന്നെ അത് 1.8 volt, 5 is equal to നമുക്ക് റെസിസ്റ്റൻസ് വാല്യൂ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെല്ലാണ് കണ്ടുപിടിക്കേണ്ടത്. റെസിസ്റ്റൻസ് ഓഫ് 5 ohm റെസിസ്റ്റൻസ് ആണ് പറയുന്നത്. റെസിസ്റ്റൻസ് ഇസ് 5 ohm. സോ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് സ്മോൾ r ഇസ് ഈക്വൽ ടു E by V minus 1 into R. ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ നമ്മൾ സെല്ലിൻ്റെ ഇക്വേഷൻ എന്ന് കിട്ടിയാണ്. EMF ഇസ് ഈക്വൽ ടു നമ്മളൊരു ഇക്വേഷൻ പഠിച്ചില്ലേ, EMF ഇസ് ഈക്വൽ ടു V plus IR, or EMF is equal to I into capital R plus I into small r. ആ ഇക്വേഷൻ വന്നാണ്. അതിൽ I into capital R എന്നുള്ളതിന് V എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. Therefore small r is equal to E by V minus 1 into R. Therefore we are substituting all these values. EMF 2.2, okay, 2.2 by 1.8 minus 1 into 5, that is 1.1 ohm. Internal resistance is 1.1 ohm. Okay, so the right answer is C, 1.1 ohm. Then question number 19. A capacitor is connected to a cell of EMF E having some internal resistance R. The potential difference across it is, okay, when a capacitor is connected to a DC source, it will not conduct electricity continuously. Battery connect ചെയ്താൽ, capacitor connect ചെയ്താൽ, capacitor will get charged for a short while. ആ ചാർജ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അത്
സ്റ്റഡി സ്റ്റേറ്റ് എന്ന് തന്നെ പറയാം. പിന്നെ കപ്പാസിറ്ററുടെ ഫർദർ ഫ്ലോ ഉണ്ടാവില്ല, കറണ്ട് ബ്ലോക്ക്ഡ് ആയിരിക്കും, കംപ്ലീറ്റ് ആയിട്ട് കറണ്ട് ബ്ലോക്ക് ചെയ്യും, ഓപ്പൺ സർക്യൂട്ട് പോലെയാണ് ബിഹേവ് ചെയ്യുക. സോ the EMF of the cell is E itself. So it's open circuit potential difference ആണ്. അപ്പോൾ EMF is E again. Okay. Then we are moving to the last and final question, question number 20. A battery having EMF of 5 volt and internal resistance 0.5 ohm is connected to a resistance of 4.5 ohm. Then the voltage at the terminals of the batteries. Terminal potential difference തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. V ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം we have I is equal to E by R plus R. EMF by total resistance. So 5 by 4.5 plus 0.5, that is 1 ampere. Then V is equal to E minus IR. E is 5 minus I is 1 into internal resistance is 0.5. So the final answer is 4.5 volt. Option A is correct. നോക്കൂ, നമ്മൾ ഈ ചാപ്റ്ററിലെ എല്ലാ ടോപ്പിക്കുകളെയും കണക്ട് ചെയ്യുന്ന ഓരോ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 20 ക്വസ്റ്റ്യൻസാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ നാഷണൽ ലെവലിലുള്ള ഒബ്ജക്റ്റീവ് എക്സാമുകൾക്ക് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസിനെ ഡയറക്റ്റ് ബേസ് ചെയ്തിട്ടാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നത്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ തിയറിയും ഡിസ്കസ് ചെയ്തു, അതിൻ്റെ കൂടെ ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ്സാണ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ ഒബ്ജക്റ്റീവ്സ് ഇതുപോലെ ചെയ്ത് നോക്കണം. നിങ്ങൾ അസൈൻമെൻറ്റ്സ് കറക്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ കൂടുതൽ ഐഡിയാസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഈ ചെയ്തിരിക്കുന്ന ഓരോ ക്വസ്റ്റിനും ഈ ടോപ്പിക്കിലെ ഓരോന്നിൻ്റെ മോഡൽസാണ് എന്നോർക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.